മക്കളെ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നിങ്ങൾ സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള ഒരു പ്രശ്നത്തിന് ഒരു സൊല്യൂഷനുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അതായത് ലൈവിലൊക്കെ നിങ്ങൾ എപ്പോഴും വന്നിട്ട് പറയാറുള്ള ഒരു കാര്യമാണ് HTML പ്രോഗ്രാംസ് ഭയങ്കര പാടാണ്, HTML പ്രോഗ്രാംസ് ഓർത്തിരിക്കാൻ എന്തെങ്കിലും ട്രിക്സ് ഉണ്ടോ എന്നുള്ളതൊക്കെ. അപ്പോൾ C++ പ്രോഗ്രാം പഠിച്ചുകൊണ്ടിരുന്നപ്പോഴായിരുന്നു നമുക്ക് ആദ്യം ഈ പ്രശ്നം ഉണ്ടായിരുന്നത്. അപ്പോൾ C++ പ്രോഗ്രാമിൽ നമ്മൾ പറഞ്ഞു ഇത് ഓർത്തിരിക്കാനായിട്ട് എന്താ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പം ആ ഒരു കോട്ട കഴിഞ്ഞപ്പം പുതിയൊരു സാധനം നമുക്ക് വന്നിരിക്കുകയാണ് നമ്മുടെ സെക്കൻഡ് ടൈമിൽ HTML പ്രോഗ്രാംസ് അല്ലേ. C++നേക്കാളും ചിലരെ സംബന്ധിച്ചിടത്തോളം C++നേക്കാളും പാടാണ് HTML. ചിലർക്ക് വലിയ തരക്കേടില്ല, C++ വെച്ച് നോക്കുമ്പോൾ എത്രയോ ഭേദമാണ് HTML എന്ന് ചിന്തിക്കുന്നവരുണ്ട്. മിസ്സിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മിസ്സിന് HTML ആണ് കുറച്ചും കൂടെ ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ ഇനി പാടുള്ള ആൾക്കാരുള്ളപ്പോഴത്തേക്കും നമുക്ക് അവരെ കൺസിഡർ ചെയ്യണ്ടേ? അപ്പം എങ്ങനെയായിരിക്കും നമുക്ക് ഈ HTML പ്രോഗ്രാംസ് ഈസി ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റുക? അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പം HTML പ്രോഗ്രാംസ് പാടാണെന്ന് പറഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ള നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തോ. എന്നിട്ട് പറ ഇങ്ങനെ ഇത് പഠിച്ചാൽ മതി, അപ്പം സെറ്റ് ആയിക്കോളൂന്ന്. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് HTML പ്രോഗ്രാംസ് ഈസി ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റുക, എന്തൊക്കെ ഈസി ട്രിക്സ് ആണ് ഇതിന് വേണ്ടിയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക. ഫസ്റ്റ് തിങ് നമ്മൾ എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു HTML പ്രോഗ്രാം എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള, നമ്മൾ ഭയങ്കര ആസ്വദിച്ച് കഴിക്കുന്ന നമ്മുടെ ചിക്കൻ ബർഗർ ഉണ്ടല്ലോ, അല്ലെങ്കിൽ എന്ത് ബർഗർ വേണേലും ആയിക്കോട്ടെ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു ബർഗർ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചോ, അതിന് തുല്യമാണ് നമ്മുടെ HTML പ്രോഗ്രാം. ഫുഡ് കഴിക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷം നമുക്ക് തോന്നാറില്ലേ? യെസ്, വല്ലാത്തൊരു പ്ലഷർ വരും അല്ലേ? യെസ്. അപ്പം ആ ഒരു പ്ലഷർ നമുക്ക് തരുന്ന ഒരു സാധനമാണ് നമ്മുടെ ബർഗർ അല്ലേ. ജങ്ക് ഫുഡ്സ് ഇഷ്ടമില്ലാത്ത ആൾക്കാർ വളരെ കുറവായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു സാധനമാണ് ഈ ബർഗർ. അപ്പം നമ്മുടെ ആ ഒരു ജ്യൂസി ആയിട്ടുള്ള, അത്രയും നല്ല സ്പൈസി ആയിട്ടുള്ള, അത്രയും ക്രഞ്ചി ആയിട്ടുള്ള ആ ഒരു ബർഗർ പോലെയാണ് HTML പ്രോഗ്രാം. എന്തുകൊണ്ടായിരിക്കും ബർഗർ പോലാണെന്ന് പറയാൻ റീസൺ? ബർഗറിന്റെ പ്രത്യേകത എന്താ മക്കളെ? നമുക്കറിയാം, മേളിലൊരു മൂടിയുണ്ട്, താഴെ ഒരു മൂടിയുണ്ട്. അതായത് മേളിലൊരു ബൺ വെച്ചിട്ടുണ്ടാവും, താഴെ ഒരു ബൺ വെച്ചിട്ടുണ്ടാവും. ഇതുപോലെ തന്നെയാണ് ഒരു HTML പ്രോഗ്രാമും വരിക. എന്താണ്? മേളിൽ ഒരു HTML ടാഗ് കൊടുക്കും, താഴെയും ഒരു HTML ടാഗ് കൊടുക്കും. ഇതാണ് ഒരു HTML പ്രോഗ്രാമിലും വരുന്നുണ്ടാവുക. അതുപോലെ ഈ രണ്ട് ബണ്ണിന്റെ ഇടയിൽ ബർഗറിന്റെ ഉള്ളിൽ എന്തുണ്ട്? ഫില്ലിങ്സ് ഉണ്ട്. ആ ഫില്ലിങ്സ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് ഈ ഒരു സാധനം വാങ്ങുന്നത് അല്ലേ. അതുപോലെ തന്നെയാണ് HTML പ്രോഗ്രാമിലും. എന്താണ്? ഇതിന്റെ ഉള്ളിലുള്ള ഫില്ലിങ്സ് ആണ് ഹെഡ് ടാഗും ബോഡി ടാഗും. ഈ ബോഡി ടാഗിൽ നിങ്ങൾ കൊടുക്കുന്ന കാര്യങ്ങളായിരിക്കും നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുക. അതുപോലെ ഹെഡ് ടാഗിൽ നമ്മൾ കുറേ കാര്യങ്ങൾ, അതായത് ഇതിൻ്റെ ഇടയിൽ നമ്മൾ വേറെ കുറേ ടാഗുകൾ യൂസ് ചെയ്യും. പക്ഷെ ചില ടാഗുകൾ ഹെഡ് ടാഗിൻ്റെ ഉള്ളിലായിരിക്കും യൂസ് ചെയ്യുക, ചില ടാഗുകൾ ബോഡി ടാഗിൻ്റെ ഉള്ളിലായിരിക്കും യൂസ് ചെയ്യുക. അപ്പം ഈ പറയുന്ന ടാഗുകളൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ഇതിനെ ഫില്ല് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് എന്താണ്, ഈ ഒരു ഹെഡ് ടാഗിൻ്റെ ഉള്ളിൽ നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങളായിരിക്കും നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിനുള്ള കുറേയധികം ഇൻസ്ട്രക്ഷൻസിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. ഇപ്പം നിങ്ങൾ ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചോ. അപ്പോൾ ജാവാസ്ക്രിപ്റ്റ് നിങ്ങൾക്ക് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കറിയാം, നമ്മൾ ഹെഡ് ടാഗിൻ്റെ ഉള്ളിലായിരിക്കും നമ്മൾ എന്ത് കൊടുക്കുക, നമ്മൾ അതിനകത്തെ ഫംഗ്ഷൻസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫംഗ്ഷൻസിൻ്റെ പേരും, അതുപോലെ ഇതൊരു സ്ക്രിപ്റ്റ് ടാഗ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഇത് ജാവാസ്ക്രിപ്റ്റ് ആണെന്നുള്ള കാര്യമൊക്കെ അറിയിക്കുക കമ്പൈലറിനെ. അപ്പോൾ ഇതിനൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എവിടെയാണ് കൊടുക്കുക? ഹെഡ് ടാഗിൻ്റെ ഉള്ളിലാണ് കൊടുക്കുക. അപ്പോൾ ഈ ഹെഡ് ടാഗ് എന്ന് പറയുന്നത് നമുക്ക് ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മുടെ മയണൈസും അതുപോലെ ചീസും ഒക്കെ ഉണ്ടല്ലോ, അതായത് നമ്മുടെ ബർഗറിനെ ജ്യൂസി ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആ സാധനങ്ങൾ, അതിന് തുല്യമാണ് ഈ ഹെഡ് ടാഗിൻ്റെ ഉള്ളിൽ നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങൾ. ബോഡി ടാഗാണ് നമ്മുടെ വെജിറ്റബിൾസും അതുപോലെ തന്നെ ചിക്കൻ പാറ്റി ഒക്കെ വരില്ലേ, അതൊക്കെ. ഓക്കെ, അപ്പം ബോഡി ടാഗിൽ നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങളായിരിക്കും നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നുണ്ടാവുക. അപ്പം നിങ്ങൾ എപ്പോഴും ഈ ഒരു എന്താ പറയുന്നത്, നമ്മുടെ ഈ ഒരു HTML പ്രോഗ്രാം പഠിക്കുമ്പോഴത്തേക്കും എപ്പോഴും ഈ ഒരു ചിക്കൻ സാൻഡ്വിച്ച് മനസ്സിൽ കാണുക, അല്ലെങ്കിൽ ഈ ഒരു ചിക്കൻ ബർഗർ നിങ്ങളുടെ മൈൻഡിൽ കാണുക, അത് വെച്ചിട്ട് നിങ്ങൾ പഠിക്കാം. ഓക്കെ, ദെൻ ഇതിൻ്റെ ഉള്ളിൽ വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് ടാഗുകൾ. നമുക്കറിയാം മെയിനായിട്ടും രണ്ട് ടൈപ്പ് ഓഫ് ടാഗുകളാണ് HTML ഉള്ളത്, കണ്ടെയ്നർ ടാഗും empty ടാഗും. ഓക്കെ, കണ്ടെയ്നർ ടാഗുകളുടെ പ്രത്യേകത എന്താണ്? അവർ ഓപ്പണും ആകും ക്ലോസും ആകും അല്ലേ. അതേസമയം empty ടാഗുകൾ എന്ന് പറഞ്ഞു കഴിയുമ്പം ഒരുമാതിരി എന്താ പറയുക, തുറന്ന പുസ്തകം പോലെയാണ്, അതിനകത്ത് ക്ലോസിംഗ് ഒന്നും ഉണ്ടാവില്ല, അതെപ്പോഴും ഓപ്പൺ ആയിട്ടിരിക്കുന്ന ടാഗുകളാണ്. ഇവരെ മനസ്സിലാക്കുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക് അല്ലേ. കുറേ ടാഗുകളുണ്ട്, അതിൻ്റെ അകത്തുനിന്ന് empty ടാഗ് ഏതാണ്, കണ്ടെയ്നർ ടാഗ് ഏതാണെന്ന് മനസ്സിലാക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ
അത് മാത്രമല്ല എക്സാംസിനാണെങ്കിൽ ഇവരെ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടാവും. അതായത് നിങ്ങളൊരു പ്രോഗ്രാം എഴുതുന്ന സമയത്ത് മെയിൻ ആയിട്ടും ടാഗുകൾ നിങ്ങൾ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ടാഗുകൾ നിങ്ങൾ ക്ലോസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതിനകത്ത് empty ടാഗ് ആണെന്നുണ്ടെങ്കിൽ നമുക്കത് ക്ലോസ് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല, ചെയ്താൽ തെറ്റിപ്പോ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഇവരെ നമ്മൾ എങ്ങനെ തിരിച്ചറിയും? അത് മാത്രമല്ല എക്സാമിന് ചോദിക്കുന്ന വേറൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. കുറേ ടാഗുകൾ തന്നിട്ട് പറയും ഇതിനെ നിങ്ങൾ empty ടാഗും കണ്ടെയ്നർ ടാഗുമായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറയും. അപ്പോൾ നമ്മൾ ഈ ടാഗുകളെ എങ്ങനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. കണ്ടെയ്നർ ടാഗ് എന്ന് പറയുമ്പം നമ്മുടെ ഒരു വീടിൻ്റെ ഡോറിന് തുല്യാന്ന് വിചാരിച്ചോ. ഡോർ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഡോർ ക്ലോസ് ചെയ്യും അല്ലേ? അങ്ങനെയുള്ള ടാഗുകളാണ് കണ്ടെയ്നർ ടാഗുകൾ എന്ന് പറയുക. നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗുകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. HTML എന്ന് പറയുന്ന ടാഗ് നമുക്കറിയാം. HTML എന്ന് പറയുന്ന ടാഗ് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഇതൊരു HTML പ്രോഗ്രാം ആണ് എന്നുള്ള കാര്യം കമ്പൈലറിനെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു ടാഗിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ഈ ഒരു പ്രോഗ്രാം ഫുള്ള്, അതായത് എത്ര നേരം ഈ പ്രോഗ്രാം പോകുന്നുണ്ടോ അവിടെ വരെയും ഇതൊരു HTML പ്രോഗ്രാം ആണ് എന്നുള്ള കാര്യം കമ്പൈലറിനെ അറിയിക്കണം. അപ്പോൾ അവിടെ എന്താണ്, നമുക്ക് അതിനൊരു എൻഡിങ് വേണം. അതായത് ഇവിടം കൊണ്ട് പ്രോഗ്രാം തീർന്നു എന്നുള്ളതും കമ്പൈലറിനെ അറിയിക്കണം. അതുകൊണ്ട് തന്നെ HTML എന്ന് പറയുന്നത് ഒരു കണ്ടെയ്നർ ടാഗ് ആണ്. ഓക്കെ, ദെൻ അടുത്തത് വരുന്നത് എന്താ? ഹെഡ് ടാഗ്. ഹെഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, വീണ്ടും നമുക്ക് ഇതിനകത്ത് കുറേ ടൈറ്റില് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഹെഡ് ടാഗ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പം നമുക്കറിയാം ഈ ഒരു ഹെഡ് ടാഗിന് ഒരു എൻഡിങ് വേണം. അതായത് ആ ഒരു മെയിൻ പോർഷൻ കഴിഞ്ഞു എന്നുള്ള കാര്യം നമ്മൾ കമ്പൈലറിനെ അറിയിക്കണം അല്ലേ? അപ്പോൾ അതിനും എന്താണ്, ഹെഡ് ടാഗും ഒരു കണ്ടെയ്നർ ടാഗാണ്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗാണ് ടൈറ്റിൽ ടാഗ്. ടൈറ്റിൽ ടാഗിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ടൈറ്റിൽ ടാഗും എന്താണ്, ടൈറ്റിൽ ടാഗിനും ഇതുപോലെ തന്നെ നമ്മൾ അവിടെ ടൈറ്റിൽ കൊടുക്കുന്നുണ്ട്. ടൈറ്റിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടൈറ്റിൽ ടാഗ് യൂസ് ചെയ്യുക. അപ്പോൾ അവിടെ എന്താണ്, ആ ഒരു പർപ്പസ്, ടൈറ്റിൽ കൊടുക്കുക എന്നുള്ളൊരു പർപ്പസ് ആണ് ടൈറ്റിൽ ടാഗിനുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവിടെയും നമ്മൾ അറിയിക്കണം ഞാൻ ടൈറ്റിൽ കൊടുത്ത് കഴിഞ്ഞേ എന്നുള്ള കാര്യം നമ്മൾ കമ്പൈലറിനെ അറിയിക്കണം. അതുകൊണ്ട് തന്നെ അതും എന്താണ്, കണ്ടെയ്നർ ടാഗ് ആണ്. പിന്നെ നമുക്ക് വരുന്നതാണ് നമ്മുടെ ബോഡി ടാഗ്. നമുക്കറിയാം ബോഡി പോർഷനിൽ വരുന്ന കാര്യങ്ങളാണ് നമ്മൾ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നുണ്ടാവുക. അപ്പം അതും എൻഡ് ചെയ്തു എന്നുള്ളൊരു കാര്യം നമ്മൾ കമ്പൈലറിനെ അറിയിക്കേണ്ടതായിട്ടുണ്ട്. സോ അവിടെ എന്ത് തന്നെയാണ്, ഇതും ഒരു കണ്ടെയ്നർ ടാഗ് ആണ്. അപ്പം നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുക, ലോജിക്കലി ചിന്തിക്കുക. നമ്മൾ പ്രോഗ്രാംസ് പഠിക്കുമ്പം എപ്പോഴും നമ്മൾ യൂസ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ലോജിക്കലായിട്ട് ചിന്തിക്കുക എന്നുള്ളത്. അതായത് കാണാപ്പാഠം പഠിക്കുക എന്നതിൻ്റെ അപ്പുറത്ത് ലോജിക്കലി ചിന്തിക്കുമ്പോഴാണ് പ്രോഗ്രാംസ് കൂടുതൽ കണക്ട് ചെയ്യാനായിട്ട് പറ്റുക. അപ്പം ലോജിക്കലി ചിന്തിക്കുമ്പോൾ എന്താണ്, എന്തെങ്കിലും ഒരു പർപ്പസ് ഉണ്ടാവും ഈ ഒരു ടാഗിന്. അതായത് അത് ആ ഒരു പ്രോഗ്രാമിൽ ഫുള്ളായിട്ടും അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള ടാഗുകളാണ് കണ്ടെയ്നർ ടാഗുകൾ എന്ന് പറയുക. അപ്പോൾ ഈ empty ടാഗ് എന്തായിരിക്കും? empty ടാഗിന്റെ പ്രത്യേകത, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളൊരു empty ടാഗ് എടുക്കുകയാണ്. ഇമേജ് എന്ന് പറയുന്ന ഒരു ടാഗ് എടുക്കുകയെന്ന് വിചാരിച്ചോ. ഇമേജ് ടാഗിന്റെ പർപ്പസ് എന്താണ്? എനിക്കൊരു ഇമേജ് അപ്ലോഡ് ചെയ്യണം, അത്രേ ഉള്ളൂ ഇമേജ് ടാഗിന്റെ പർപ്പസ് അല്ലെ? അത്രയും മാത്രമേ ഇമേജ് ടാഗിന് ചെയ്യാനുള്ളൂ. ഒരു സിംഗിൾ പർപ്പസോട് കൂടിയിട്ട് മാത്രം വരുന്ന ടാഗുകളായിരിക്കും empty ടാഗുകൾ എന്ന് പറയാം. ഓക്കെ, ഇപ്പൊ ഇമേജ് ടാഗിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ എന്താണ്, എനിക്ക് ജസ്റ്റ് ഒരു ഇമേജ് അപ്ലോഡ് ചെയ്യണം. അവിടെ ഇപ്പൊ എനിക്ക് എന്ത് ചെയ്താൽ മതി, ഇമേജ് എന്ന് പറയുന്ന ടാഗ് ഓപ്പൺ ചെയ്ത് അതിലേക്ക് അതിന്റെ ആട്രിബ്യൂട്ട് ആയിട്ടുള്ള SRC കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഞാൻ അതിനെ ക്ലോസ് ചെയ്യുന്നു. എന്ത് ചെയ്തു, ഇത് ഇമേജ് SRC ഈക്വൽ ടു അതിന്റെ പാത്ത് കൊടുക്കുന്നു. ദെൻ ഞാനിവിടെ കൊണ്ടുവന്നിട്ട് അത് ക്ലോസ് ചെയ്യുന്നു. ഇതാണ് എന്തെന്ന് പറയാ, empty ടാഗ് എന്ന് പറയാം. അപ്പൊ കണ്ടെയ്നർ ടാഗും empty ടാഗും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്താണ്? കണ്ടെയ്നർ ടാഗുകൾ എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്തൊരു പർപ്പസ് ഉണ്ടാവും. ആ പർപ്പസ് എന്ന് പറയുന്നത് ആ ഒരു പ്രോഗ്രാം ഫുൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വരുന്നതാവും. അപ്പൊ എവിടെ കൊണ്ടാണോ ആ ഒരു പർട്ടിക്കുലർ പർപ്പസ് ക്ലോസ് ചെയ്യുന്നത് അവിടെ കൊണ്ട് നമ്മൾ അതിനെ എന്ത് ചെയ്യണം, ക്ലോസ് ചെയ്യണം ആ ടാഗുകളെ. അതേസമയം empty ടാഗിലേക്ക് വന്നു കഴിയുമ്പം അങ്ങനെ ഒരു പ്രശ്നം നമുക്ക് അവിടെ വരുന്നില്ല. കാരണം എന്താണ്, ജസ്റ്റ് ഒരു സിംഗിൾ പർപ്പസോട് കൂടിയിട്ടായിരിക്കും empty ടാഗുകൾ വരിക. അതുകൊണ്ട് തന്നെ ആ ഒരു പർപ്പസ് കഴിയുന്നു, അതോട് കൂടിയിട്ട് അതിന്റെ പണി തീർന്നു എന്നുള്ളത് കമ്പൈലറിന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, പിന്നെ ചില ടാഗുകൾ ഓർത്തിരിക്കുക എന്ന് പറയുന്നതും കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലേ? അപ്പൊ അങ്ങനെയുള്ള കുറെ ടാഗുകൾ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു സിമ്പിൾ ട്രിക്ക് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ, അതായത് നമുക്ക് P, B, BR, I അതുപോലെ ഇങ്ങനെ കുറേ ടാഗുകളുണ്ട്. ഈ ടാഗുകളൊക്കെ വന്നിരിക്കുന്നതും ഇതിൻ്റെയൊക്കെ ഫസ്റ്റ് ലെറ്റർ വെച്ചിട്ടായിരിക്കും. അപ്പൊ ഫസ്റ്റ് ലെറ്റർ ക്ലൂസ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുക. ഇപ്പൊ നിങ്ങൾ പാരഗ്രാഫ് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഗ്രാമിൽ ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ പാരഗ്രാഫിന്റെ ഫസ്റ്റ് ലെറ്റർ എന്താണ്?
പി ആണ്. സോ നമ്മൾ അവിടെ പി ടാഗ് ആയിരിക്കും യൂസ് ചെയ്യുക. ഇനി നിങ്ങൾ ചിന്തിക്കുക, ഇതൊരു കണ്ടെയ്നർ ആയിരിക്കോ എം ടി ആയിരിക്കോ? കൺഫ്യൂഷൻ വരും അല്ലെ? നമുക്കറിയാം പാരഗ്രാഫ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, അതിനൊരു പർപ്പസ് ഉണ്ട്, അത് എൻഡ് ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ട്. അത് നമ്മൾ കറക്റ്റ് ആയിട്ട് പറയണം, ഈ ഒരു പാരഗ്രാഫ് ഇവിടെ എൻഡ് ചെയ്തു എന്നുള്ള കാര്യം നമ്മൾ അവിടെ കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലെ? യെസ്. അപ്പൊ അങ്ങനെ മെൻഷൻ ചെയ്യേണ്ടതായിട്ട് വരുന്ന ടാഗുകളാണ് കണ്ടെയ്നർ ടാഗ്. സോ പാരഗ്രാഫ് ടാഗ് എന്ന് പറയുന്നത് ഒരു കണ്ടെയ്നർ ടാഗ് ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബി ടാഗ്. നമുക്ക് ഒരു വേർഡിനെ ബോൾഡ് ആയിട്ട് കാണിക്കണം. അപ്പൊ അത് ബോൾഡ് ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ബി ടാഗ് യൂസ് ചെയ്തു. ബി എന്ന് പറഞ്ഞാൽ ബോൾഡ്. ഇനി അത് കണ്ടെയ്നർ ആണോ എം ടി ആണോ എന്ന് നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? നമുക്കറിയാം, എനിക്ക് ചിലപ്പോൾ ഒരു വേർഡ് ആയിരിക്കും ബോൾഡ് ആക്കേണ്ടത്, അല്ലെങ്കിൽ ഒരു സെന്റൻസ് ആയിരിക്കും എനിക്ക് ബോൾഡ് ആക്കേണ്ടത്. അപ്പം ഞാൻ എന്താ, ചിലപ്പം ഒരു പാരഗ്രാഫിന്റെ ഉള്ളിലുള്ള ഒരു സെന്റൻസിനെ ആയിരിക്കും ഞാൻ അവിടെ സെലക്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പം ആ ഒരു സെന്റൻസ് മാത്രം എനിക്ക് ബോൾഡ് ആയിട്ട് കിട്ടിയാൽ മതി. സോ ഞാൻ എന്ത് ചെയ്യണം? ആ ഒരു പാരഗ്രാഫിന് മുന്നേ ബി ടാഗ് ഇട്ടതിന് ശേഷം അത് അവസാനിക്കുമ്പോഴും ബി ടാഗ് ഇടണം. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഞാൻ എപ്പോഴാണോ അതിൽ, അല്ലാന്നുണ്ടെങ്കിൽ ഞാനത് ക്ലോസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ എവിടെ നിന്നാണോ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് അവിടെ തൊട്ട് ഫുള്ള് ബോൾഡ് ആയിട്ട് തന്നെ കിടക്കും അല്ലെ? അപ്പൊ അതെനിക്ക് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? അതിനെ ക്ലോസ് ചെയ്യണം. കാരണം എന്താണ്? അതിനൊരു സ്പെസിഫിക് പർപ്പസ് ഉണ്ട്. ആ പർപ്പസ് എവിടെ വരെയാണോ നീളുന്നത് അവിടെ കൊണ്ട് എനിക്ക് അത് ക്ലോസ് ചെയ്യണം. അങ്ങനെയുള്ള ടാഗുകളാണ് കണ്ടെയ്നർ ടാഗുകൾ എന്ന് പറയുക. പിന്നെ നമുക്ക് ഹെഡിങ്ങിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. എച്ച് ടാഗിന് നമുക്ക് H1, H2, H3 അങ്ങനെ H6 വരെയാണ് പോവുക. അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലെ? അപ്പൊ ഈ ടാഗുകളും എന്ത് തന്നെയാണ്? H1 ടാഗ്. അപ്പം എന്താണ് എനിക്ക് ആ ഹെഡിങ് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കേണ്ട ഹെഡിങ് ഏതാണോ അതിന്റെ മുന്നിൽ മാത്രമേ ഞാൻ H1 കൊടുക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഞാൻ എന്ത് ചെയ്യണം? അതിനെ ക്ലോസ് ചെയ്യുകയും ചെയ്യണം. അതുപോലെ അണ്ടർലൈൻ ചെയ്യുമ്പോഴും ഏത് സ്പെസിഫിക് ആയിട്ടുള്ള വേർഡിനെയാണോ എനിക്ക് അണ്ടർലൈൻ ചെയ്യേണ്ടത് അതിന് മുന്നും അതിന് ശേഷവുമാണ് അണ്ടർലൈൻ ടാഗ് ഞാൻ യൂസ് ചെയ്യുക അല്ലെ? അപ്പൊ എന്താണ് ഇവിടെ ഞാൻ പറഞ്ഞു വെക്കാണ്, ഞാനത് ക്ലോസ് ചെയ്യുമ്പോഴത്തേക്ക് അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഇത്രയും ഭാഗം മാത്രം അണ്ടർലൈൻ ചെയ്താൽ മതിയേ എന്നുള്ള കാര്യമാണ് നമ്മൾ അവിടെ കമ്പൈലറിന്റെ അടുത്ത് പറഞ്ഞു വെക്കുക. അപ്പൊ ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യുക? കുറേ അധികം ടാഗുകൾ നമുക്കുണ്ട്. ഈ ടാഗുകളുടെ ഒക്കെ പ്രത്യേകത എന്താണ്? നമുക്ക് ഈ ടാഗുകൾ കണ്ടെയ്നറും എം ടി ഉണ്ട്. കണ്ടെയ്നർ ടാഗുകളെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? അതിനൊരു സ്പെഷ്യൽ പർപ്പസ് ഉണ്ടാവും. ആ പർപ്പസ് എവിടെ കൊണ്ടാണോ അവസാനിക്കുന്നത് അത് നമ്മൾ മനസ്സിലാക്കുക. അതാണ് ഇപ്പൊ പറഞ്ഞത്. ഒരു പാരഗ്രാഫ് ആണെന്നുണ്ടെങ്കിൽ പാരഗ്രാഫിന് ഒരു എൻഡിങ് ഉണ്ട്. ഒരു വേർഡ് ബോൾഡ് ആക്കാനാണെങ്കിൽ ആ ഒരു വേർഡ് മാത്രം എനിക്ക് ബോൾഡ് ആക്കിയാൽ മതി. അങ്ങനെയുള്ള ഒരു സ്പെഷ്യൽ പർപ്പസോട് വരുന്ന ആൾക്കാരായിരിക്കും കണ്ടെയ്നർ ടാഗുകൾ. എം ടി ടാഗുകളും ഇതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇമേജ്, എനിക്ക് ഒരൊറ്റ ഇമേജ് അപ്ലോഡ് ചെയ്താൽ മതി. അതുകൊണ്ട് തന്നെ അതെനിക്ക് ക്ലോസ് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ? എനിക്ക് വീണ്ടും ഒരു ഇമേജ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ വീണ്ടും ഒരു പാത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് പുതിയൊരു ഇമേജ് അവിടെ അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ ആ ടാഗ് ക്ലോസ് ചെയ്തില്ല എന്നുണ്ടെങ്കിലും ഒരു പ്രശ്നവും ഇല്ല. അങ്ങനെയുള്ള ടാഗുകളാണ് എം ടി ടാഗുകളായിട്ട് വരിക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെയിൻ ആയിട്ടും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഒരു HTML പ്രോഗ്രാം സിമ്പിൾ ആയിട്ടും സെറ്റായിട്ടും നിങ്ങൾക്ക് എഴുതാനും പറ്റും, പഠിക്കാനും പറ്റും. അപ്പം ഇത്രയും കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. പ്രോഗ്രാംസ് എഴുതുമ്പം ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് എഴുതുക. അപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആർക്കൊക്കെയാണോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ കുറേ ആൾക്കാർക്ക് ഇതുപോലെ HTML പ്രോഗ്രാംസ് ഒക്കെ പാടാണെന്ന് പറഞ്ഞിട്ടില്ലേ, ആ ഫ്രണ്ട്സിനൊക്കെ ഇത് അയച്ചു കൊടുത്തിട്ട് അവരോട് പറയാം ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്ക്, സെറ്റ് ആകും എന്നുള്ളത്. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുക. അതായത് എന്ത് ചെയ്യുക? ഈ ടാഗുകളൊക്കെ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് എഴുതി നോട്ട് പാഡ് എടുക്കുക, അല്ലെങ്കിൽ സ്റ്റിക്കി നോട്ട്സ് ക്രിയേറ്റ് ചെയ്യുക. അതിനകത്തൊക്കെ നിങ്ങളിങ്ങനെ വെറുതെ ടാഗുകളുടെ പേര് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുക. അതുപോലെ നമ്മൾ നോട്ട് പാഡും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ ലാപ്പിലൊക്കെ എന്ത് ചെയ്യുക? ഇതുപോലെയുള്ള HTML പ്രോഗ്രാംസ് ടൈപ്പ് ചെയ്തുകൊണ്ട് വെബ് പേജുകൾ ക്രിയേറ്റ് ചെയ്യുക. ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് HTML പ്രോഗ്രാംസിനെ സിമ്പിൾ ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.